നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിക്കുമോ ചേച്ചി ഷോർട്ട് വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ ലോങ് വീഡിയോ ഇടത്തില്ലെന്ന്. അപ്പോൾ വിചാരിച്ച് നമ്മുടെ ഇന്ന് ലഞ്ച് ഉണ്ടാക്കുന്നത് ലോങ് വീഡിയോ ഇടാമെന്ന്. അപ്പം നമുക്ക് ആദ്യം പോയി കറിവേപ്പിലയും പിച്ചി അടുക്കളയിലോട്ട് കയറാം. നമ്മുടെ കറിവേപ്പില മരം നമുക്ക് 2 തണ്ട് കറിവേപ്പില ഒടിച്ച് നേരെ അടുക്കളയിലോട്ട്. കറിവേപ്പില പിച്ചി. ഇനി നമ്മുടെ വീട്ടിലെ പീച്ചിങ്ങ ഉണ്ട്, ഇത് നമ്മൾ വിത്തിന് വേണ്ടി ഇട്ടിരിക്കുക. കാന്താരിയും കൂടെ പിച്ചിയിട്ട് അകത്തോട്ട്. കാന്താരി നമ്മുടെ കാന്താരി കാന്താരിയായി കറിവേപ്പിലയായി. അപ്പം നമുക്ക് ഇന്നിപ്പോയി കറി ഉണ്ടാക്കാം. ഇന്ന് രാവിലെ നമ്മുടെ മാവിൽ നിന്ന് വെച്ചതാണ്. നമുക്കിവിടെ ഒരു 4-5 മാവുണ്ട്. നമ്മളിന്ന് കൂർക്ക ഉണ്ടാക്കാൻ പോകണം. കൂർക്ക രാവിലെ തന്നെ വൃത്തിയാക്കി വെച്ചിരുന്നു. ഇനി അരിഞ്ഞാൽ മതി. അരിഞ്ഞെടുക്കാം. നമ്മളപ്പം അരിഞ്ഞ് കഴിഞ്ഞ് കേട്ടോ. കൂർക്ക, കൊച്ചുള്ളി, ഇനി ഇതിനകത്ത് നമ്മൾ പിച്ചിയ കാന്താരിയും പച്ചമുളകും കൂടെ ഇട്ട് നമുക്ക് കുക്കറിൽ വെക്കാം. മറ്റേതാകുമ്പോൾ കുറേ നേരം എടുക്കത്തില്ലേ. കുക്കറാകുമ്പോൾ 2 അടി അടിച്ചെടുത്താൽ മതി. ഉച്ചത്തേക്ക് മീൻ വറുക്കാനായിട്ടുള്ള മീനും അരപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ശിലാമ അരപ്പ് ഇട്ടത് ഞാനൊന്ന് കുഴച്ചെന്നേ ഉള്ളൂ. മീൻകറിയൊക്കെ വെക്കുന്നത് ശിലാമ. നമ്മൾ ആ ഭാഗത്തോട്ടൊന്നും പോത്തില്ല. മത്തി കഴിഞ്ഞു ഇവിടെ. മത്തി കരഞ്ഞു ഗൈസ്. ഇനി നമ്മൾ കുഞ്ഞിപ്പെണ്ണിന് പാല് കൊടുത്തിട്ട് അടുത്ത അങ്കപ്പുറപ്പടിയിലേക്ക് ഇത് കിടക്കാം. കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കി ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം. കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയിട്ട് അടുക്കളയിലോട്ട് ചെന്നപ്പോൾ ശീലാമ്മ ഉച്ചത്തേക്കുള്ള മീൻ വറുത്തതും മീൻ കറിയും ഒക്കെ അങ്ങ് ശരിയാക്കി. എനിക്ക് പിന്നീട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ കുഞ്ഞിന് ചോറ് കൊടുക്കാമെന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് ചോറുമായിട്ട് ചെന്ന് TV കണ്ടോണ്ടേ ഏമൻ ചോറ് തിന്നത്തോളൂ. അതുകൊണ്ട് തന്നെ TVയും വെച്ച് കൊടുത്താൽ ചോറ് തെറ്റി. കുഞ്ഞിന് പിന്നെ പ്രത്യേകം കറിയൊന്നും വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എന്ത് കറിയാണോ ഉണ്ടാക്കുന്നത് അതങ്ങ് അവൻ കഴിച്ചോളൂ. കുഞ്ഞിൻ്റെ കൂടെ ചോറുണ്ണാൻ ശീലാമ്മയും വന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ചോറ് തീറ്റിയായി. 2-3 ഉരുള കഴിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് മതിയായി. ബാക്കി ചോറ് പിന്നെ ഞാനും വാരി കഴിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് പോയി. കഴിച്ച പാത്രം കൈയോടെ തന്നെ കഴുകി വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഒരു 7 മണിയാകുമ്പോൾ തന്നെ തുണി കഴുകും. വാഷിംഗ് മെഷീനിലാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം തന്നെ വെയിലത്തിടുമ്പോൾ തന്നെ തുണിയെല്ലാം ഉണങ്ങി കിട്ടും. 2:30-3 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ തുണിയെല്ലാം മടക്കി എന്നും അകത്ത് കയറ്റും. കുഞ്ഞിപ്പെണ്ണ് ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ജോലിയില്ല. കപ്പലണ്ടി മേടിക്കാൻ പോവുക. ഈ ചേട്ടൻ നമ്മുടെ ഇവിടെ സ്ഥിരം കപ്പലണ്ടി വിൽക്കാൻ വരുന്ന ചേട്ടനാണ്. നമ്മൾ മുടങ്ങാതെ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കപ്പലണ്ടിയും വാങ്ങി. ചേട്ടാ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചതാക്കാം. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ലഞ്ച് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച കാരണം കുഞ്ഞിപ്പെണ്ണൊന്നും സമ്മതിച്ചില്ല. അപ്പം ഒരുമാതിരി ഒരു കൊഴാമറച്ചിലായ ഒരു വീഡിയോ ആയിപ്പോയി. അടുത്ത വീഡിയോ ഒക്കെ നല്ലപോലെ ഇടാം. നമ്മൾ ഈ ഷോർട്ട് വീഡിയോ ഇടുന്നതുകൊണ്ട് ലോങ് വീഡിയോ ഇടുമ്പം അത് എങ്ങനെയാണെന്നൊക്കെ എങ്ങനെ എടുക്കണം,
എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇട്ടിട്ട് വരുമ്പോൾ ശരിയായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.